നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 9ാം തരത്തിലെ കേരള പാഠാവലി 3ാമത്തെ യൂണിറ്റ് കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: കവിതയ്ക്ക് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുക. ഈണം കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാക്കുകൾ മുറിഞ്ഞു പോകാത്ത രീതിയിൽ ആശയ വ്യക്തതയോടുകൂടി, അതേസമയം അക്ഷരസ്ഫുടതയോടുകൂടി വേണം ഈണം അവതരിപ്പിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഈണത്തിൽ പദ്യപാരായണം നടത്തുന്നതിനോടൊപ്പം തന്നെ പ്രധാനമാണ് കവിതയിലെ ഭാവം. ഭാവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈണത്തിൽ ഈ കവിത അവതരിപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം: തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. ഇതാണ് വരികൾ. തരിശു നിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെ കരിമുകിലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കരിമുകിൽ പോലെ വേലക്കാർ എന്ന പ്രയോഗം ഭൂമിയെ കുളിരണിയിക്കാൻ പോകുന്ന തൊഴിലാളികളുടെ സവിശേഷത ധ്വനിപ്പിക്കുന്നു. കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ് തൊഴിലാളികൾ. കടുത്ത വേനലിൽ വിണ്ടുവരണ്ടു കിടക്കുന്ന വയലുകൾ പുതുമഴയുടെ കുളിരും നനവും പ്രതീക്ഷിക്കുന്നു. പ്രകൃതി മാത്രമല്ല, മനുഷ്യ മനസ്സും വേനലറുതിയിലെത്തുന്ന കരിമുകിലിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കരിമുകിൽ പ്രതീക്ഷയുടെ പ്രതീകം മാത്രമല്ല, അത് ആശ്വാസവും ആനന്ദവും പകരുന്നു. കരിമുകിൽ മഴയായി പെയ്യുമ്പോൾ മണ്ണും മനുഷ്യ മനസ്സും ഒരുപോലെ കുളിരണിയും. മണ്ണിൽ വിത്തുകൾ മുളയ്ക്കും. മനുഷ്യ മനസ്സിൽ പ്രതീക്ഷയുടെ നാമ്പുകളും. തൊഴിലാളികളുടെ കരുത്തും അധ്വാനത്തിൻ്റെ അഴകും ഐക്യനിരയും കരിമുകിൽ പോലെ മണ്ണിനും മനുഷ്യർക്കും പ്രത്യാശ നൽകുന്നു. അടുത്ത ചോദ്യം: മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ അണിയായി അണിയായി വേലക്കാരവർ അടിവച്ചടിവച്ചണയുമ്പോൾ. തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? ചർച്ച ചെയ്യുക. ഇതുപോലുള്ള മറ്റു വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഈ ഭൂമിയെ മുഴുവൻ ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനാണ് തൊഴിലാളികൾ എത്തുന്നത്. മണ്ണിനെ പൊന്നണിയിക്കാൻ വരുന്ന തൊഴിലാളികളുടെ വീര്യവും സാമൂഹിക ബോധവും ഐക്യനിരയും ഇവിടെ പ്രതിഫലിക്കുന്നു. ഭൂമിയെ മുഴുവൻ ഒറ്റച്ചാലായി ഉഴുതുമറിച്ചവനാണ് കൃഷിയുടെ അധീശനായ പുരാണത്തിലെ ബലരാമൻ. അദ്ദേഹം കാളിന്തിയെ വൃന്ദാവനത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടുവരാനെടുത്ത നിശ്ചയദാർഢ്യം ഈ തൊഴിലാളികളിലും പ്രതിഫലിക്കുന്നു. തരിശു നിലങ്ങളെ സമൃദ്ധമാക്കാൻ അടിവച്ചടിവെച്ച് മുന്നേറുന്ന തൊഴിലാളി വർഗം കരുത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാകുന്നു. തൊഴിലാളികളുടെ കരുത്തും ഐക്യവും ആത്മവിശ്വാസവും ആവിഷ്കരിക്കുന്ന മറ്റു വരികൾ: ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശു നിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. പ്രതിബന്ധങ്ങളെ തകർത്തെറിയുന്ന തൊഴിലാളികളുടെ മുന്നേറ്റത്തെ മിന്നൽ പിണരായി കവി കൽപ്പിക്കുന്നു. പ്രതീക്ഷ നിറഞ്ഞ അവരുടെ മുന്നേറ്റം ജന്മിവർഗത്തിന് മിന്നൽ പിണർ പോലെ പ്രഹരമായി തീരുന്നു. അടിപതറാത്ത തൊഴിലാളികളുടെ കാൽവയ്പ്പുകളിൽ നിശ്ചയദാർഢ്യവും സൗന്ദര്യവും തുളുമ്പുന്നു. അവരുടെ സംഘബലം മണ്ണിനും മനുഷ്യർക്കും കുളിരും പ്രചോദനവും നൽകുന്നു. കവിതയിലെ തന്നെ മറ്റ് വരികൾ: അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. തൊഴിലാളികളുടെ ദൃഢനിശ്ചയം കലർന്ന മുന്നേറ്റത്തിൽ പെരുവഴികളും പഴയ കാലത്തിൻ്റെ ജീർണതകളും തകർന്നടിയുന്നു. അതോടെ ജീവിതത്തിൻ്റെ പൊതുധാരയിലേക്കുള്ള തൊഴിലാളി വർഗത്തിൻ്റെ കരുത്തുറ്റ മുന്നേറ്റം ആരംഭിക്കുന്നു. പുതുവഴികൾ സൃഷ്ടിക്കപ്പെടുന്നു. ആത്മവിശ്വാസം തുളുമ്പുന്ന ഈ മുന്നേറ്റത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടതാണ് നവലോക സൃഷ്ടി. അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക്.
കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. ഉത്തരം: അധ്വാനവർഗത്തിൻ്റെ കരുത്തും അജയ്യതയും മനുഷ്യൻ പണിതുയർത്തുന്ന നവലോകവും മഹത്വവൽക്കരിക്കുന്ന കവിതയാണ് തിരുനെല്ലൂർ കരുണാകരൻ്റെ തരിശുനിലങ്ങളിലേക്ക്. ഊഷരമായ ഭൂമിയെ ഫലസമൃദ്ധമാക്കാൻ അണിചേർന്നെത്തുന്ന അവരുടെ ഐക്യവും അർപ്പണബോധവും എല്ലാ പ്രതിസന്ധികളോടും പൊരുതി മുന്നേറാനുള്ള കരുത്തും ആത്മവിശ്വാസവും അധ്വാന മനോഭാവവും കവിതയിൽ വാനോളം ഉയരുന്നു. വരണ്ട ഭൂമിക്ക് മുകളിൽ മഴത്തുള്ളിയാകുന്ന വിയർപ്പുതുള്ളികൾ വീഴ്ത്തി വിത്തുകൾ മുളപ്പിച്ച് പ്രകൃതിയെ സസ്യസമൃദ്ധമാക്കി തീർക്കുന്ന കാർമുകിലിനോടാണ് കവി വേലക്കാരെ സാദൃശ്യപ്പെടുത്തുന്നത്. കഠിനമായ വേനലറുതിയിൽ ആശ്വാസം പകർന്നെത്തുന്ന കാർമുകിൽ പോലെ ജീവിതത്തെ വരട്ടുന്ന ദാരിദ്ര്യത്തിൻ്റെ വേനലിന് അറുതി വരുത്തിക്കൊണ്ട് വേലക്കാർ വിത്തുകളിലൂടെ വിളവുകൾ ഉണ്ടാക്കി മനുഷ്യ സമൂഹത്തെ ഊട്ടുന്നു. ഇടിമുഴക്കം പോലുള്ള തൊഴിലാളി വർഗത്തിൻ്റെ അവകാശ സ്വരങ്ങൾ പോലും സമൃദ്ധിയുടെ പുതിയ ലോകം നിർമ്മിക്കുന്നു. പ്രതികൂലമായ പ്രകൃതിയെയും മേൽവർഗത്തിൻ്റെ പീഡനങ്ങളെയും സഹിച്ച് അവർ വിളവുകളുടെ ലോകം സൃഷ്ടിക്കുന്നു. അവരുടെ ഐക്യം ലോകത്തെ നിർമ്മിക്കുകയും നിലനിർത്തുകയും മനുഷ്യത്വ വിരുദ്ധതയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അവരുടെ മുന്നേറ്റത്തിൽ തടസ്സങ്ങളും പഴയകാല ജീർണതകളും തകർന്നടിയുന്നു. ജീവിത ദുരിതം സമ്മാനിക്കുന്ന എല്ലാ ഇല്ലായ്മകൾക്കിടയിലും ആത്മവീര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കരുത്തിൻ്റെയും ആയുധമേന്തുന്ന അവർക്ക് മണ്ണിനെ പൊന്നണിയിക്കാൻ പ്രയാസമില്ല. മരണം പുൽകുന്ന പട്ടിണിയിൽ കഴിയുമ്പോൾ മരണത്തെ പോലും തോൽപ്പിച്ച് കരുത്തു തെളിയിച്ചവരാണവർ. അധ്വാന ശക്തിയുടെ മുന്നിൽ കരിങ്കൽ കുന്നുകൾ പോലും തകർന്നടിയുമ്പോൾ പുതുമണ്ണിൽ വിളവുകൾ സൃഷ്ടിക്കുക എന്നത് വേലക്കാർക്ക് ആർദ്രമായ അനുഭൂതിയായി മാറുന്നു. അധ്വാനത്തെ ആഹ്ലാദമായി കാണുന്ന മനോഭാവമാണ് അവർക്കുള്ളത്. അടുത്ത ചോദ്യം: അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ? കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗഭംഗി വിവരിക്കുക. വേലക്കാരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയവികാരങ്ങളാണ്. പ്രതികൂലമായ വ്യവസ്ഥിതിയോട് കലഹിക്കുന്നതും കരുത്തുറ്റതുമാണ് തൊഴിലാളി വർഗഭാഷ. ഉള്ളിലുയരുന്ന പ്രതീക്ഷയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും സംഘബലത്തിൻ്റെയും ഹൃദയത്തുടിപ്പുകൾ ആ ഭാഷയിൽ കാണാം. അവരുടെ വാക്കുകൾ കാലദേശങ്ങളെയും വ്യവസ്ഥിതിയെയും ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഇടിയൊച്ചകളോടാണ് ആ വാക്കുകളെ കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തെറിയുന്ന തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവബോധവും ആത്മവിശ്വാസവും നിറഞ്ഞതാണ് ആ വാക്കുകളുടെ ശക്തി. തൊഴിലാളികളുടെ സംഘശക്തി വെളിപ്പെടുന്ന കവിതയിലെ മറ്റു വരികൾ ഇതൊക്കെയാണ്: വ്യഥകളെ ഉള്ളിലുരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ. അവരുടെ കാൽപ്പെരുമാറ്റങ്ങൾ പെരുവഴികളെയിട്ടു മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നോർ, മൃതിയായ ആളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. അടുത്ത ചോദ്യം: ഇരുമ്പും ഇരമ്പുന്നോരൂർജവും യുവാക്കൾ തൻ ഞരമ്പിലൂടെ പാളും നൂതന ചൈതന്യവും പാറ വെട്ടാനും പുഴയണ കെട്ടാനും വിദ്യുദ്ധാരയാൽ പൊതുകർമ്മശാലകൾ ഊട്ടിയിടാനും കൂട്ടായ കൃഷിഭൂവിൽ യന്ത്രത്തിൻ കലപ്പയാൽ പൂട്ടാനും കതിർ കൊയ്തു കൂട്ടാനും ത്വരിക്കവേ ആ മഹാസംരംഭത്തിൻ സംഘഗാനത്തിൽ ചേർന്നു നാം അനുഭവിക്കാം പണ്ടില്ലാത്തോരഭിമാനം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ യുഗപരിവർത്തനം എന്ന കവിതയിൽ നിന്ന്. മുകളിൽ നൽകിയ വരികളുടെ ആശയത്തിന് യോജിച്ച വരികൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പാറ വെട്ടിയും പുഴയ്ക്ക് അണകെട്ടിയും യന്ത്രക്കലപ്പയാൽ കൃഷിഭൂമി ഉഴുതുമറിച്ചും കതിർ കൊയ്തും യുഗപരിവർത്തനത്തിൽ അധ്വാനവർഗം പങ്കുചേരുന്നു.
പരമ്പരാഗതമായ തൊഴിൽ രീതികളിലൂടെ മുന്നോട്ടു പോയ തൊഴിലാളികൾ യന്ത്രവൽക്കരണത്തിന് വിധേയരാകുമ്പോൾ പോലും അതിനോട് പൊരുത്തപ്പെടുകയും അധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. കാലോചിതമായി സമൂഹത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങളെയും മുന്നേറ്റത്തെയും ഉൾക്കൊള്ളുന്ന മനോഭാവമാണ് തൊഴിലാളികൾക്കുള്ളത്. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിലും സമാനമായ വരികൾ കാണാം. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ. എല്ലാ കാഠിന്യങ്ങളും തൊഴിലാളികളുടെ കരുത്തിനു മുമ്പിൽ തകർന്നടിയുന്നു. കരിമ്പാറക്കൂട്ടങ്ങൾ തച്ചുടയ്ക്കുന്ന തൊഴിലാളി വർഗത്തിന് തരിശുനിലം ഉഴുതുമറിച്ച് കൃഷിയൊരുക്കുന്നത് എത്രയോ നിസ്സാരം. പ്രതിബന്ധങ്ങളോട് പൊരുതുന്ന തൊഴിലാളികൾക്ക് മണ്ണിൽ പണിയെടുത്ത് സമൃദ്ധി വിളയിക്കുന്നത് ആർദ്രമായ അനുഭൂതിയാകുന്നു. പരിവർത്തനത്തിൽ പങ്കാളിയാകുന്നതിൽ അവർ അഭിമാനം കൊള്ളുന്നു. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ. ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചു കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. നന്ദി, നമസ്കാരം.